തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായം 12 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്. പെർഗാമോസിലെ സഭയ്ക്ക് യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഒരു കത്തിലെ കുറിച്ചാണ് നാം വായിക്കുക. പെർഗാമോസിലെ സഭയുടെ ദൂതന് എഴുതുക. മൂർച്ചയേറി ഇരുതല വാളുള്ളവൻ പറയുന്നു, നീ എവിടെ വസിക്കുന്നെന്ന് എനിക്കറിയാം. സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ, എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവിടുന്നില്ല. എങ്കിലും നിനക്കെതിരായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. അതുപോലെ തന്നെ നിക്കോളാവസ് പക്ഷക്കാരുടെ പഠനങ്ങളെ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട്. അതുകൊണ്ട് അനുതപിക്കുക, അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. അവന് ഞാനൊരു വെള്ളക്കല്ലും കൊടുക്കും, അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. പ്രിയപ്പെട്ടവരെ, പെർഗാമോസിലെ സഭയിലേക്ക് കത്തുകൾ അയക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. കുറേയേറെ നല്ല കാര്യങ്ങൾ അവർ ചെയ്തു. സ്മിർനായിലെ സഭയെക്കുറിച്ച് സഭയിൽ കത്തെഴുതുമ്പോൾ ഞെരുക്കത്തിൽ പിടിച്ചു നിൽക്കണമെന്നാണ് അവിടെ പറയുന്നതെങ്കിൽ ഇവിടെ ഞെരുക്കത്തിൽ തമ്പുരാൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു എന്ന് തന്നെയാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അദ്ദേഹം അത് പറയാനായിട്ട് ഒരു കാര്യം ഇങ്ങനെയുണ്ട്. 3-ാമത്തെ വചനം 2-ാമത്തെ അധ്യായം 13-ാമത്തെ വചനത്തിൽ, നീ എവിടെ വസിക്കുന്നെന്ന് എനിക്കറിയാം, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെയെന്ന്. ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ സാത്താൻ്റെ സിംഹാസനം ഉണ്ടെന്നുള്ളത് വ്യക്തം തന്നെയാണ്. സാത്താൻ്റെ ഒരുപാട് പ്രവൃത്തികൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ വചനഭാഗം എന്തും കൊണ്ടും പ്രസക്തം തന്നെയാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ ഇല്ലാത്തപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള ഒരു വലിയ സത്യം ഈ കത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഇവിടെ സഭ കടന്നു പോകുന്നത്. സാത്താൻ ഉള്ളിടത്ത് സാത്താൻ്റെ ശക്തികളും പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ സാത്താൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ, ഈ ദേശത്തൊക്കെ ഞാൻ എൻ്റെ തമ്പുരാനെ മുറുകെ പിടിക്കുമ്പോൾ അവൻ്റെ കൃപ അതിന്മേൽ എനിക്ക് അനുഗ്രഹമായി വ്യാപരിക്കുമെന്ന് നമ്മെ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് വ്യഭിചാരത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും പ്രേരണകൾ കൊടുത്ത, ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത ബാലാക്കിൻ്റെ ഉപദേശക്കാരനായ ബാലാമിനെ സൂക്ഷിക്കണമെന്ന് തമ്പുരാൻ പറയുകയാണ്. അങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട്. വഴിതെറ്റിപ്പോകരുത്. ഈ പ്രതികൂല സാഹചര്യത്തിൽ, ഈ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയിലും പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അനുതപിക്കുക എന്ന്. കത്തുകൾ മുഴുവൻ വായിക്കുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അനുതാപത്തിൻ്റെയും ഒരു തിരിച്ചുവരവിൻ്റെയും ഒരു മഹത്വത്തിൻ്റെയും ഒരു വിജയത്തിൻ്റെയും ഒക്കെ കഥകൾ ഓരോ കത്തുകളിലൂടെയും തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എത്ര അനുകൂലമായ സാഹചര്യങ്ങളല്ലെങ്കിലും എൻ്റെ വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിക്കണം. ഈ ബാലാമിന് ഒരു ഒത്തുതീർപ്പിൻ്റെ അവസ്ഥയുണ്ട്. ഒരു കോംപ്രമൈസിങ് മെൻറ്റാലിറ്റിയാണ് ബാലാമിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. അദ്ദേഹം മണി മോട്ടീവായിട്ടൊരു വ്യക്തിയായിരുന്നു. സംഖ്യയുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ നാം കാണും. മൊബാബിയരെ ഇസ്രായേൽ മക്കൾ കീഴടക്കി കഴിയുമ്പോൾ, മൊബാബിയർ ഇസ്രായേൽ മക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവർ മൊബാബിയരെ കഷ്ടപ്പെടുത്തും എന്ന് തിരിച്ചറിഞ്ഞ ബാലാക്ക്, മൊബാബ് രാജ്യം ഭരിക്കുന്നത് ബാലാക്കാണ്. ബാലാക്ക് വന്നിട്ട് ബാലാമിനോട് പറയും അവരെ ശപിക്കാനായിട്ട് പോകാനായിട്ട്. ദൈവം അവനോട് ബാലാമിനോട് പോകരുത് എന്ന് പറയുമ്പോഴും അവൻ പറയും ഞാൻ വരില്ല എന്ന് ആദ്യം പറയുന്നെങ്കിലും വീണ്ടും ബാലാം പറയും. ബാലാക്ക് ഒരുപാട് ബഹുമാന്യ വ്യക്തികളെ അയച്ചുകൊണ്ട് പറയും. അവർ സംഖ്യയുടെ പുസ്തകം 22:16 പറയും, അവർ ബാലാമിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് അപേക്ഷിക്കുന്നു, ഒരു കാരണവശാലും എൻ്റെ അടുക്കൽ വരാതിരിക്കരുത്, ഞാൻ നിനക്ക് ബഹുമതികൾ നൽകാം.
നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരും. വന്ന് എനിക്ക് വേണ്ടി ജനത്തെ ശപിക്കുക. എന്ത് ബഹുമതികളും എന്ത് കാര്യങ്ങളും തരും എന്ന് ബാലാക്ക് പറഞ്ഞത് ബാലാമിൻ്റെ മനസ്സിൽ പതിയപ്പെട്ടു. അവൻ ആദ്യം പറയും, ബാലാക്കിൻ്റെ സേവകരോട് പറയും, ബാലാക്ക് തൻ്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതലോ കുറവോ ചെയ്യുക എനിക്ക് സാധ്യമല്ല എന്ന്. പോകരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടും വീണ്ടും എഴുന്നേറ്റ് പോകാൻ തയ്യാറാകുന്ന ഒരു ബാലാമിനെ സംഖ്യയുടെ പുസ്തകം 22-21 കാണും. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മൊബാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടുവെന്ന്. അവൻ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. എന്താണ് ബാലാമിനെ പോകാൻ പ്രേരിപ്പിച്ചത്? പണത്തോടുള്ള ആർത്തി, ദ്രവ്യാഗ്രഹം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കൊതി. നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നതും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മെ പഠിപ്പിക്കാതിരിക്കും നമുക്ക് സാധിക്കാതെ വരുന്നതും ഈ പണത്തോടുള്ള ആസക്തിയാണ്, പണത്തോടുള്ള മോഹമാണ്. മണി മോട്ടീവായി നമ്മൾ മാറുമ്പോൾ, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ കോംപ്രമൈസിന് തയ്യാറാകും. ചില അഡ്ജസ്റ്റ്മെൻറ്റ് മെൻറ്റാലിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു കുറവ് കടന്നു വരും. അപ്പോൾ ഈ ബാലാമിനെ പോലെ ഞാനും നിങ്ങളുമൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങും. കൺമുമ്പിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയാൻ അപ്പോൾ എനിക്ക് പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കുറവാണ്. ഞാൻ പണത്തോട് അധികമായി ആസക്തി കാണിച്ചു കഴിയുമ്പോൾ, പണത്തിന് താല്പര്യം കൊടുത്തു കഴിയുമ്പോൾ, ബഹുമതിക്ക് വേണ്ടി ഞാൻ ഒത്തിരി താല്പര്യം കാണിക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ വന്നു നിൽക്കുന്ന കർത്താവിനെ എനിക്ക് കാണാൻ പറ്റാതെ പോകും. കർത്താവ് എന്നോട് പറയുന്നതോ എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് വരുന്നതോ ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റാതെ പോകും. ഇവിടെ ഒരു മുന്നറിയിപ്പ് പോലെ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, അങ്ങനെ ചെയ്യരുത്. ഒരു ഒത്തുതീർപ്പിന് അല്ല നീ തയ്യാറാകേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ സാക്ഷിയായി നീ ജീവിക്കാൻ തുടങ്ങണമെന്ന് ബാലാമിനെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ ആ ഒരു കാര്യമാണ് അദ്ദേഹം പറയുക. തിരിഞ്ഞു നോക്കണം, എന്താണ് ചെയ്യേണ്ടത് എന്ന്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് നിൻ്റെ അടുത്തേക്ക് ഞാൻ വരും എന്ന് പറഞ്ഞ് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരി പൈശാചികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. സാത്താൻ്റെ കുർബാനകളും കാര്യങ്ങളുമൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ തമ്പുരാൻ്റെ കൂടെ ജീവിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന രണ്ട് വലിയ വ്യക്തിത്വങ്ങളെ മക്കബാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. മക്കബാരുടെ 2-ാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായവും 7-ാമത്തെ അധ്യായവും. 6-ാമത്തെ അധ്യായത്തിൽ എലയാസർ എന്ന് പറയുന്ന ഒരു വൃത്തപുരോഹിതനെയും 7-ാമത്തെ അധ്യായത്തിൽ അമ്മയും 7 മക്കളെയും കാണും. ഇവിടെ അവരുടെ ജീവിതത്തിൽ വലിയ മതപീഡനം കടന്നു വരികയാണ്. വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളെ ഒന്നും സ്വന്തമായിട്ട് ഉൾക്കൊള്ളുവാനോ കാണുവാനോ പറ്റാതെ അവരെ എതിർക്കുന്ന, അവരുടെ ദേവാലയത്തെ പോലും അശുദ്ധമാക്കുന്ന ഒരു രാജ്യത്തിലാണ് അവർ ജീവിക്കുക. ഒരു കാലഘട്ടമാണ്. മക്കബാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും, ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തങ്ങളുടെ പിതാക്കന്മാരുടെ ആചാരങ്ങളിലും ദൈവത്തിൻ്റെ നിയമങ്ങളിൽ നിന്ന് പിന്തിരിയാൻ യഹൂദരെ നിർബന്ധിക്കാൻ രാജാവ് പ്രതിനിധി സഭാംഗമായൊരു ആദൻസുകാരനെ അയച്ചു. ജെറുസലേം ദേവാലയത്തെ അശുദ്ധമാക്കി അതിലെ ഒളിമ്പസിലെ സേബൂസിൻ്റെ ക്ഷേത്രമെന്നും ഗെരിസിൻ ദേവാലയത്തെ തദ്ദേശീയരെ അനുകരിച്ച് വിദേശികളുടെ സംരക്ഷകനായ സേബൂസിൻ്റെ ക്ഷേത്രമെന്നും വിളിക്കാൻ നിർബന്ധിക്കണമെന്നും രാജാവ് അവനോട് നിർദ്ദേശിച്ചു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. രാജാവിൻ്റെ ജന്മദിനം മാസം തോറും ആഘോഷിക്കുന്ന ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് ബലിവസ്തുക്കൾ ഭക്ഷിക്കാൻ യഹൂദരെ അവർ നിർബന്ധിച്ചു. തങ്ങളുടെ ദൈവത്തിൻ്റെ ആരാധനയിൽ പങ്കുചേരാൻ പറ്റാതെ മറ്റ് വിജാതീയ ദേവർക്ക് വേണ്ടി അർപ്പിക്കുന്ന ആരാധനയിൽ പങ്കുചേരണമെന്നും ഭക്ഷണം കഴിക്കണമെന്നും എല്ലാം നിർബന്ധിക്കപ്പെടുന്ന പരീക്ഷണത്തിൻ്റെ കാലഘട്ടം. അവർക്ക് എന്തും കൊടുക്കാം, അവർക്ക് വലിയ ബഹുമതികൾ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സമീപ ഗ്രീക്ക് നഗരങ്ങളും യഹൂദരോട് അതേ നയം അനുവർത്തിക്കണമെന്ന് ആരുമില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നാം ഇവിടെ കാണുക. അപ്പോൾ മക്കബാരുടെ 2-ാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കും, രഹസ്യമായി സാബത്ത് ആചരിക്കാൻ അടുത്തുള്ള ഒരു ഗുഹകളിൽ അവർ എല്ലാവരും ഒരുമിച്ച് കൂടി. ഇങ്ങനെ ഒരുമിച്ച് കൂടിയത് കണ്ടിട്ട് ആരോ മറ്റുള്ളവർക്ക് ഒറ്റുകൊടുത്ത് വീണ്ടും അവരെ രക്തസാക്ഷ്യത്തിന് വശംവദരാക്കുന്ന നമ്മളിവിടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ പ്രതിസന്ധിയിലും ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്ന ഈ മക്കബാരുടെ പുസ്തകത്തിലെ ഈ മക്കളെ, യഹൂദ മക്കളെ നമ്മളിവിടെ തിരിച്ചറിയുമ്പോൾ അവിടെ എലയാസർ എന്ന് പറയുന്ന ഒരു വയോധികനായ മനുഷ്യനെ നമ്മൾ കാണും. 6-ാമത്തെ അധ്യായം 18 മുതലുള്ള വചനങ്ങളിൽ
ഉന്നത സ്ഥാനിയായ ഒരു നിയമജ്ഞനും കുലീനഭാവത്തോടു കൂടിയവനും വയോധികനുമായ എലയാസറിൻ്റെ വാ പന്നി മാംസം തീറ്റാൻ അവർ ബലം പ്രയോഗിച്ചു തുറന്നു. അപമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച് അവൻ അത് തുപ്പിക്കളഞ്ഞുകൊണ്ട് പീഡനം വരിച്ചു എന്ന് വചനം എഴുതിയിട്ടുണ്ട്. അടുത്ത വചനം, ജീവനുള്ള സ്വാഭാവിക സ്നേഹം പോലും മറന്ന് നിഷിദ്ധ വസ്തുക്കൾ രുചിക്കാൻ പോലും വിസമ്മതിക്കുന്ന ധീരന്മാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വചനം അവിടെ എഴുതിയിരിക്കുന്നു. തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവദത്തവുമായ ജീവിതത്തിനും എല്ലാം യോജിച്ച വിധത്തിൽ അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചുകൊള്ളാൻ അവരോട് പറയുകയാണ്. അങ്ങനെ മരണശിക്ഷയിൽ നിന്ന് അവനെ ഒഴിവാക്കാമെന്ന് അവർ പറഞ്ഞിട്ടും സർവശക്തൻ്റെ കരങ്ങളിൽ ജീവിച്ചാലും മരിച്ചാലും ഞാൻ എത്തപ്പെടുമെന്ന് പറഞ്ഞ് അവൻ മരണത്തിന് വിധേയരാകുമ്പോൾ തൊട്ടു മുമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ സ്നേഹത്തോടെ വർത്തിച്ചവരൊക്കെ ഒരു ഭ്രാന്തന്മാരായി മാറിക്കൊണ്ട് ഇദ്ദേഹത്തോട് പെരുമാറുന്നത് നമ്മ ഭാഗം വായിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. 6-ാമത്തെ അധ്യായം 28-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ കാണും, സംപൂജ്യവും വിശുദ്ധവുമായ നിയമത്തിന് വേണ്ടി എങ്ങനെയാണ് സ്വമനസാലെ ശ്രേഷ്ഠമരണം വരിക്കേണ്ടതെന്നുള്ളതിന് യുവാക്കൾക്കൊരു മഹത്തായ മാതൃകയായിരിക്കും അതെന്ന് പറഞ്ഞ് അവൻ പീഡനയന്ത്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അല്പം മുമ്പ് തന്നോട് സന്മനസ്സോടെ വർത്തിച്ചവർ ഇപ്പോൾ ദുഷ്ടരായി മാറി. അവരുടെ നോട്ടത്തിൽ അവൻ്റെ വാക്ക് തനി ഭ്രാന്തായിരുന്നു. മർദ്ദനമേറ്റ് മരിക്കാറായപ്പോൾ അവൻ ഞരങ്ങി. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമെങ്കിലും ദൈവസന്നിധിയിൽ കീഴടങ്ങുന്ന ഒരു വലിയ വ്യക്തിത്വത്തെ നാം ഇവിടെ കാണും. ഈ കാലഘട്ടത്തിൽ തമ്പുരാൻ്റെ മുമ്പിൽ ധീരതയോടെ നിൽക്കാൻ ഈ വ്യക്തിത്വം നമ്മെ സഹായിക്കും. പെർഗാമോസിലെ സഭയ്ക്ക് കർത്താവ് ദൂത് എഴുതി കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സമ്പത്തിനും ബഹുമതിക്കും വേണ്ടി ലോകം എന്ന് നെട്ടോട്ടം ഓടുമ്പോൾ എന്തും ചെയ്യാൻ റെഡിയായി സാത്താൻ സേവയ്ക്ക് വേണ്ടിയൊക്കെ ഒത്തിരി മക്കൾ യഥാർത്ഥ ക്രിസ്ത്യാനികൾ പോലും മുന്നിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ഥാനവും ബഹുമാനവുമാണ് നീ മുൻപന്തിയിൽ കാണുന്നതെങ്കിൽ, ദൈവമായി നീ കാണുന്നത് എങ്കിൽ സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ നിനക്ക് പറ്റാതെ പോകും. പൈശാചിക തിന്മകൾക്ക് നീ അടിമപ്പെട്ടു പോകും. ജീവിതം തകർന്നു പോകും. അതുകൊണ്ട് അനുതപിക്കണമെന്ന് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിലുമൊക്കെ ഈ സാത്താൻ്റെ ഒത്തിരി സവിശേഷതകൾ കാണാൻ പറ്റും. പക്ഷെ ഇവിടെയൊക്കെ അടിപതറാതെ നിൽക്കാൻ സർവശക്തൻ്റെ നിയമഗ്രന്ഥം കയ്യിലെടുക്കണമെന്ന് ഈ മക്കവാരുടെ പുസ്തകത്തിലൂടെ വായിച്ച് കടന്നു പോകും നമുക്ക് മനസ്സിലാകും. നിയമഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ച് ധ്യാനിച്ച, വചനം വായിച്ച് ധ്യാനിച്ച ഒരു വ്യക്തിക്ക് വിശ്വാസം കൈവിടാൻ പറ്റില്ല. വിശ്വാസം കൈവിടാതെ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ അവർ തയ്യാറാവുകയാണ്. അങ്ങനെ മരിക്കുന്നവർക്ക് നിഗൂഢ മന്ന നൽകുമെന്ന് വചനം പറയുന്നു. വെളിപാട് പുസ്തകം 2:17 നമ്മൾ കാണും, ചെവിയുള്ളവൻ കേൾക്കട്ടെ, വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും, ഞാൻ അവന് ഒരു പുതിയ വെള്ളക്കല്ല് കൊടുക്കും, ഒരു പുതിയ നാമം കൊത്തിയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നാമം മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ്. ക്രിസ്തീയ നാമം മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഒരുവൻ ക്രിസ്തുവിനുള്ളവനായി ജീവിക്കുമ്പോൾ അതാണ് അവൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അതാണ് അവൻ്റെ ജീവിതത്തിന് അർത്ഥമെന്ന് പറയുക. ഒന്നിനും കോംപ്രമൈസിന് തയ്യാറാകാതെ ജീവൻ പോയാലും തമ്പുരാന് വേണ്ടി ജീവിക്കാൻ തയ്യാറായാൽ ശിരസിലെ ചർമ്മം ഉരിഞ്ഞു കളയുമ്പോൾ, ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് തോന്നുമ്പോൾ, എത്രമാത്രം താത്തിക്കെട്ടുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും നീ കർത്താവിനെ മുറുകെ പിടിക്കണമെന്നാണ് ഇവിടെ വചനം പറയുക. ബഹുമതികൾക്കപ്പുറം സ്വർഗത്തിൽ തമ്പുരാൻ തരുന്ന സമ്മാനത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. മക്കബാരുടെ 2-ാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ അമ്മയും 7 മക്കളെയും നമ്മൾ കാണും. രാജാവ് 7 സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടിയും കൊണ്ടടിച്ച് നിഷിദ്ധമായ പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു. എലയാസറിൻ്റെ ജീവിതത്തിലും യുവാക്കൾക്ക് മാതൃകയായി വിശ്വാസം കാത്തുസൂക്ഷിച്ച വ്യക്തിയെപ്പോലെ, വെളിപാട് പുസ്തകത്തിലെ നിക്കോളാവസിനെ പോലെയും ഇവിടെ എലയാസറിനെ പോലെയും മുമ്പിൽ നിന്നുകൊണ്ട് അമ്മയും 7 മക്കളും ഈ കാലഘട്ടത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ശരീരത്തിൻ്റെ സുഖമല്ല പ്രധാനം, ശരീരത്തിൻ്റെ രുചി അല്ല പ്രധാനം, എൻ്റെ സുരക്ഷിതത്വമല്ല പ്രധാനം. എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞാലും, എൻ്റെ ദൈവത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. പന്നിമാംസം കഴിക്കാത്തതിൻ്റെ പേരിൽ അവരെ തൊലി ഉരിഞ്ഞ് ശിരസിലെ ചർമ്മം മുടിയോടുകൂടി ഉരിഞ്ഞ് അത് ഭക്ഷിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ
ഇല്ല എന്ന് പറഞ്ഞ് പീഡനമേൽക്കുമ്പോൾ അതിൽ മൂത്ത മകൻ പറയുന്ന ഒരു വചനമുണ്ട്. മക്കമാരുടെ പുസ്തകം 2-ാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാ: അന്ത്യശ്വാസം വലിക്കുമ്പോൾ അവൻ പറഞ്ഞു, ശപിക്കപ്പെട്ട നീച, ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും. അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത് എന്ന്. ചില വ്യക്തികളോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി, ഈ ക്രിസ്തീയ ജീവിതമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പോയി, നിങ്ങൾക്ക് വേറെന്തെങ്കിലും മതം സ്വീകരിച്ചാൽ കുറച്ചുകൂടി നന്നായി ജീവിച്ചുകൂടെ എന്ന്. വിവാഹബന്ധത്തിൻ്റെ അവിശ്വസ്തതയിൽ മുങ്ങിത്താന്ന് വേദനിച്ച് നരകിച്ച് പരാതിപ്പെട്ട് സങ്കടപ്പെട്ടുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില കുടുംബജീവിതക്കാരോട് ചിലരെങ്കിലും പറയാറുണ്ട്, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോ, ക്രിസ്തുമതമായതുകൊണ്ടല്ലേ മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റാത്തത്, വേറെ വിവാഹത്തിന് തയ്യാറാക്കാൻ പറഞ്ഞു ഉപദേശിക്കുമ്പോൾ ചിലർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ താലി എൻ്റെ ഈശോയുടെ മുമ്പിൽ വെച്ച് ഞാൻ അണിഞ്ഞതല്ലേ, അതുകൊണ്ട് ഇതിട്ടിട്ട് ഞാൻ പോവില്ല എന്ന്. അങ്ങനത്തെ ജീവിതത്തെയാണ് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉള്ളവർ ഈ കാലഘട്ടത്തിൽ വളരെ വളരെ ചുരുക്കമാണ്. തമ്പുരാൻ്റെ ഈ വലിയ സ്നേഹത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒത്തിരി മഹാന്മാരെ നമ്മൾ കാണും. ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ സുവിശേഷത്തിൽ ഈശോ കാണിച്ചു തരുന്ന കാര്യം ഇതാ: ദിവ്യാഗ്രഹങ്ങളും സ്ഥാനമാനങ്ങളും ശരീരത്തിൻ്റെ സുഖങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് നീ കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കും. ഈശോയ്ക്ക് വേണ്ടി ആരൊക്കെ നിൽക്കുന്നോ അവർക്ക് വേണ്ടി ഈശോ നിൽക്കും. അതുകൊണ്ട് പീഡനങ്ങളിൽ പതറരുത്, ഒന്നിനും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, ഒത്തുതീർപ്പ് നടത്താൻ പാടില്ല. ഈശോയോടൊപ്പം നമ്മെ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വഴിയൊരുക്കുമെന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പെർഗാമോസിലെ സഭയ്ക്ക് എഴുതിയ ഈ കത്ത് നാം വായിച്ച് കടന്നു പോകുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളിൽ നാം കർത്താവിനെ മുറുകെ പിടിക്കണമെന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുക. നമ്മുടേതായ സുഖങ്ങൾക്ക് വേണ്ടിയോ നമ്മുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല നാം കർത്താവിനെ മുറുകെ പിടിക്കേണ്ടത്. മറിച്ച് എൻ്റെ വിശ്വാസം മുറുകെ പിടിക്കാൻ, എൻ്റെ ഈശോയുള്ള സ്നേഹത്തെ പ്രതി വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചാൽ, ഞാൻ കോംപ്രമൈസ് ചെയ്യാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ എൻ്റെ തമ്പുരാൻ എന്നെ കാത്തുകൊള്ളുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൈകൾ കുത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, എൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വേണം, എൻ്റെ വലിയ കൃപ ഞങ്ങളുടെ ഒപ്പം വേണം. ഞങ്ങളിൽ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ ഈ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങൾ വസിക്കുന്ന ഈ വെല്ലുവിളി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാനും കോംപ്രമൈസ് ഇല്ലാതെ ദൃഢവിശ്വാസത്തോടെ വലിയ ധൈര്യത്തോടെ ധീരതയോടെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോയെ. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ ജീവൻ്റെ നിഗൂഢ മന്ന അത് അനുദിനം സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.